എന്ന് പറയുന്നത്. കാരണം വാസ്തവം അതല്ല, അതൊരു കള്ളമാണ്. സാത്താൻ നമ്മളോട് എപ്പോഴും പറയുന്ന കള്ളം എന്നറിയാമോ? ബിബ്ലിക്കൽ ലിവിംഗ് ഈസ് യു കനോട്ട് ലിവ് എ ലൈഫ് ദാറ്റ് ഈസ് വർത്തി ഫോർ ദ ലോർഡ്. നിനക്ക് അത് പറ്റത്തില്ല. വേദപുസ്തക പ്രകാരമുള്ള ജീവിതമൊന്നും പ്രാക്ടിക്കൽ അല്ല. ബിബ്ലിക്കൽ ലിവിംഗ് ഈസ് നോട്ട് പ്രാക്ടിക്കൽ. അല്ലേ? പിശാച് അങ്ങനെ പറയാറുണ്ടോ? പലപ്പോഴും നമ്മളോട് പറയുന്നതാണ്. പലപ്പോഴും അല്ല, മിക്കപ്പോഴും പറയുന്ന കാര്യം. അതുകൊണ്ടാണ് എന്താ പറയുക, അതിന് നമ്മൾ അത് വേദപുസ്തക പ്രകാരം ജീവിക്കാൻ നമുക്ക് പറ്റത്തില്ലെന്നുള്ളത് ഇപ്പൊ വ്യക്തികൾ ഒന്നോടെ വരെ പറയുന്ന ഒന്നല്ല. സഭയെ തന്നെ ഇപ്പൊ പ്രസംഗിക്കുന്നത് ഒന്നിന്. ബ്രദറെ, നമുക്കിപ്പം എല്ലാം ഒന്നും ചെയ്യാൻ ചിലപ്പോൾ പറ്റത്തില്ലായിരിക്കും. പിന്നെ നമ്മളാലാവോളം കഴിവുള്ളിടത്തോളം ഇതൊക്കെ ചെയ്യാമെന്ന് പറയാൻ ഇന്ന് ആൾക്കാർക്ക് മടിയില്ല. അത് കേട്ട് പ്രൈസലോ അങ്ങനെയല്ല വേദപുസ്തകം പറയുന്നത്. യു ക്യാൻ എന്നാ പറയുന്നത്, അല്ലേ? യു ക്യാൻ, അല്ലേ? എല്ലാം ഒന്നും ചെയ്യാൻ നമുക്ക് കഴിയത്തില്ല, ഇങ്ങനെ എഴുതത്തില്ല. ഏലിയാവിനെ കുറിച്ച് ഞാൻ ആദ്യം നമ്മുടെ പുസ്തകം, ഈ സൺഡേ സ്കൂൾ പാഠപുസ്തകങ്ങളിൽ പോലും ഉണ്ടല്ലോ, ഈ കഥാപാത്രങ്ങളെയൊക്കെ വലിയ ലെജൻസ് ആക്കി വെച്ചിരിക്കും. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ട്രൈ ചെയ്യത്ത് പോലുമില്ല. പുരാണ കഥാപാത്രങ്ങളുടെ ആളുകളെ പോലെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ കഥാപാത്രങ്ങൾ ഏലിയാവിനെയൊക്കെ ഞാൻ ആദ്യം ഏലിയാവിന്റെ കഥയൊക്കെ വായിക്കുമ്പോൾ ഒരു വലിയ ലെജൻഡായിട്ട് എന്റെ മുമ്പിൽ നിൽക്കുകയാണ്, ഇല്ലേ? അപ്പോൾ ഇതൊരു ലെജൻഡ് ആണെങ്കിൽ ഞാൻ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ട്രൈ ചെയ്യത്തില്ല. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നു. ഒരു ഇതിഹാസ കഥാപാത്രത്തെ നമ്മൾ ഒരിക്കലും അനുകരിക്കാൻ നോക്കത്തില്ല. ഹനുമാൻ ഇന്ത്യയിൽ നിന്ന് ലങ്കയിലോട്ട് ചാടി എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു ഹിന്ദു ഇത് വായിച്ച് വെച്ച് രാമേശ്വരത്ത് ഒന്ന് ലങ്കയിലോട്ട് ചാടിയിട്ടുണ്ടോ? ഇല്ലല്ലോ, ഇല്ലല്ലോ. അവൻ അറിയാൻ നടക്കുന്ന കാര്യം അല്ല എന്നുള്ളത് അറിയാം. പക്ഷെ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് അങ്ങനെയല്ല എന്ന് നമ്മൾ ഒന്നാമത് മനസ്സിലാക്കണം. ഏലിയാവിന്റെ കാര്യം വായിച്ചപ്പോഴത്തേക്ക് എനിക്ക് ആദ്യം തന്നെ എന്താ, തിക്പിനായ ഏലിയാവ് രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് കടന്നു ചെന്നിട്ട് ഒരു രാജാവിനെതിരായിട്ടൊരു ദൂത് കൊടുത്തിട്ട്, നമ്മുടെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോറൽ പോലും വെക്കാതെ അവൻ മടങ്ങി വരികയാണ്. കർത്താവ് അങ്ങനെ പറയുകയാണ്, നീ രാഷ്ട്രപതി പോലെ ചെന്നിട്ട് അബ്ദുൽ കലാം ആസാദിനോട് അല്ലല്ല നീ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ അങ്ങനെ നശിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് പറഞ്ഞാൽ പോകാതിരിക്കാൻ പറ്റത്തില്ല. എന്നാലും രണ്ടു വട്ടം ആലോചിച്ചിട്ട് പോകത്തുള്ളൂ. കാര്യം അങ്ങ് ചെന്നിട്ട് വേണമെങ്കിൽ പറയാൻ. അങ്ങ് ചെല്ലുന്നതിന് മുമ്പ് മിക്കവാറും നമ്മൾ അരിപ്പയായി പോകും, ഇല്ലേ? അങ്ങനെ ഒരു ചെള്ളമല്ലോ, ചെല്ലാതെ പറ്റത്തില്ലല്ലോ. അപ്പൊ നമ്മുടെ മനസ്സിലെന്തുണ്ട്? ഹൃദയത്തിൽ നമുക്കൊരു ഭീതിയുണ്ട്. അപ്പൊ ഏലിയാവിന്റെ കാര്യം ആലോചിച്ചപ്പോ ഏലിയാവിന്റെ ധൈര്യം ഭയങ്കരം. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് വായിക്കുമ്പോഴത്തേക്ക് കർമ്മേലിന്റെ കൊടുമുടിയിൽ പ്രാർത്ഥിച്ച് ഒരു നിമിഷം കൊണ്ട് തീ ഇറക്കുന്ന ഏലിയാവ്. അപ്പൊ ഏലിയാവ് പിന്നെ അങ്ങ് ഭീമാകാരമായിട്ട് വളരുകയാണ്. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് എന്താണ്, അഗ്നിമയ രഥങ്ങളിൽ എടുക്കപ്പെടുന്നവനായ ഏലിയാവ്. പിന്നെ ഞാൻ നോക്കുന്നത് ഏലിയാവിനെ മുകളിലോട്ടാണ്, ഇല്ലേ? അപ്പൊ ഞാൻ പിന്നെ ചിന്തിച്ചു, ഏലിയാവ് ഞാൻ സാജു, നമുക്ക് ഏലിയാവാകാൻ പറ്റും, ഇല്ലേ? നമ്മളെപ്പോഴും പറയുന്നത് നമ്മളിപ്പോ ഏലിയാവാണോ, നമ്മൾ അയ്യോബാണോ, നമ്മളെന്നാ പൗലോസാണോ, ഇല്ലേ? അപ്പൊ ഞാൻ ഏലിയാവ്. അപ്പൊ ഞാൻ പിന്നെ ചിന്തിച്ചു, സാരമില്ല, ഏലിയാവിനൊരു സ്പെഷ്യലായിട്ട് ദൈവം കൊടുത്തതായിരിക്കും, അതൊന്നും നമുക്കൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ലെന്ന് വായിച്ച് യാക്കോബിനെ അടുത്ത് വന്നപ്പോഴാണ് പറഞ്ഞിരിക്കുന്നത് ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനാണ്. അതോടെ എന്റെ ഇടപാട്. അതുവരെ ഞാൻ ചിന്തിച്ചത് ഞാൻ ഏലിയാവായില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു. പക്ഷേ if he is a man with like nature with me, then certainly God expect me to become like him. More than that. Hallelujah. അപ്പൊ കർത്താവ് അവൻ നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനാണെങ്കിൽ അതിന്റെ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കഥാപാത്രങ്ങളുടെ ഇതിഹാസം പറയാൻ വേണ്ടി അല്ല ഇത് എഴുതിയിരിക്കുന്നത്, നീ അങ്ങനെ ജീവിക്കാൻ വേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഈസ് പ്രാക്ടിക്കൽ. യോശുവയും കാലയും കൂടെ പറയാണ്, ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്, യഹോവ നമ്മോട് കൂടി ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ ചെന്നവരെ കീഴടക്കും. അവർ നമ്മുടെ ഇരകളാണവർ. അല്ലാതെ നീ ഒരിക്കലും പറയരുത് നമ്മൾ അവന്റെ ഇരകളാണെന്ന് പറയരുത്. നമ്മൾ അവന്റെ ഇരകളാണെന്ന് പറയരുത്. അപ്പൊ സഭയെല്ലാം ഉറക്കം നിലവിളിച്ചു, അവനെ കല്ലെറിയണം. നമുക്ക് ജനം വിശ്വസിക്കുന്നത് പലപ്പോഴും ആത്മാവുള്ളവന്റെ വാക്കുകളല്ല, പലപ്പോഴും വിശ്വസിക്കുന്നത് ആത്മാവില്ലാത്തവന്റെ വാക്കുകളാണ് സഭ വിശ്വസിക്കുന്നത്. കാര്യം അവരാണ് ഭൂതം. 10 2 പേരെ പറഞ്ഞു, ഇല്ലേ? എന്നും സഭയിൽ ഇത്രയൊക്കെ പെർസെന്റേ കാണത്തുള്ളൂ. സഭയില് നമ്മൾ പറയുന്നത് പോലെ 90% ആളുകൾ ആത്മാവിനെ നിയന്ത്രിക്കപ്പെടുക എന്നൊക്കെ പറയുന്നത് അങ്ങനെ നോർമലായിട്ട് നടക്കുന്ന കാര്യമൊന്നും അല്ല. പിന്നെ യേശു കർത്താവിന്റെ കൂടെ നടന്ന 12 പേർ, അതിനകത്ത് തന്നെ ഒരെണ്ണം പോയി, ഇല്ലേ? അപ്പൊ അതാണ് ഏറ്റവും കൂടുതൽ പെർസെന്റേജ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ പെർസെന്റേജ് ആത്മാവ് ഉണ്ടായിരുന്ന 12 പേരുണ്ടാകത്ത് ഒരുത്തനെ ഉള്ളായിരുന്ന കള്ളൻ, ഇല്ലേ? ഇന്നിപ്പോ ചിലപ്പം അത് നേരെ റിവേഴ്സ് ആണെന്നുള്ളതേ ഉള്ളൂ. എന്നാലും ആത്മാവുള്ളവൻ കാണാതിരിക്കത്തില്ല. ഏത് സഭയിലും ആത്മാവുള്ളവൻ കാണാതിരിക്കത്തില്ല. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നാം ദേശത്തെ കീഴടക്കും. ആത്മാവുള്ളവൻ പറയാണ്, നമ്മൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി ദേശത്തെ കീഴടക്കും. ആത്മശക്തി നാം ശത്രുവിന്റെ തലയെ തകർക്കും. ഇതൊക്കെ നമ്മൾ പറയുമ്പോഴത്തേക്ക് ജനങ്ങൾ പറയുന്നത് അത് നമുക്ക് നടക്കത്തില്ല. അവർ പറയുന്നത് താഴോട്ട് പറയുമ്പോഴത്തേക്ക് പറയുന്നത് എന്താണെന്നറിയാമോ? പെട്ടെന്ന് മൂന്നാം വാക്യത്തിൽ തൊട്ട് പറയുന്നത്, വാളാൽ വീഴേണ്ടതിന് യഹോവ ഞങ്ങളെ ആ ദേശത്തിലേക്ക് കൊണ്ടുപോകുന്നത് എന്തിന്?
ഞങ്ങളുടെ ഭാര്യമാരും മക്കളും കൊള്ളയായി പോകുമല്ലോ, മിസ്രൈമിലേക്ക് മടങ്ങിപ്പോവുകയല്ലയോ ഞങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞ് നാം ഒരു തലവനെ നിശ്ചയിക്കുക. പിന്മാറ്റക്കാർക്ക് ഒരു നേതാവിനെ വേണം. ഇപ്പോൾ അവർ ആരുണ്ടാ നമ്മളെ തിരിച്ച് മിസ്രൈമിലോട്ട് കൊണ്ടുപോകാൻ? അല്ലേ? രസകരമായ ഒരു കാര്യമാണ്. തിരിച്ച് മിസ്രൈമിലോട്ട് കൊണ്ടുപോകാൻ ഒരുത്തരം തപ്പി നടക്കുകയാണ് അവരെ. ഇല്ലേ? പിന്മാറ്റക്കാർ ഒരു നേതാവിനെ തിരക്കുകയാണ്. എന്നാൽ വേറൊരു ആത്മാവുള്ളവൻ പറയുന്നത് എന്താണ് പറയുന്നത്? നോ, അവർ നമ്മുടെ ഇരകളാണ്. ഇല്ലേ? അവർ നമ്മുടെ ഇരകളാണ്, അവർ നമുക്കിരയാകുന്നു, അവരുടെ ശരണം പോയിപ്പോയിരിക്കുന്നു. നമ്മോടുകൂടെ യഹോവ ഉള്ളതുകൊണ്ട് അവരെ ഭയപ്പെടരുത്. നമ്മോടുകൂടെ യഹോവ ഉള്ളതുകൊണ്ട് അവരെ ഭയപ്പെടരുത്. അവരെന്ത് ചെയ്യുന്നു? ഇവരെ കല്ലെറിയണം. അവർ അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്? എന്നാൽ അവരെ കല്ലെറിയണമെന്ന് സഭയെല്ലാം പറഞ്ഞു. അപ്പോൾ യഹോവയുടെ തേജസ് സമാഗമന കൂടാരത്തിൽ എല്ലാ ഇസ്രായേൽ മക്കൾക്കും കാണെ പ്രത്യക്ഷമായി. അപ്പോ അവർ നമ്മളെ കല്ലെറിയുമെന്നൊക്കെ നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഗോഡ് വിൽ ഡു ഇറ്റ് ഇൻ ടൈം. ആത്മാവുള്ളവൻ അവന്റെ വാക്കുകളെ സംസാരിക്കുമ്പോൾ, അവന്റെ വാക്കുകളെ പറയുമ്പോൾ ദൈവം അവന്റെ സമയത്ത് ഇറങ്ങി വന്ന് ഇടപെടുന്നതാണ് നമ്മൾ കാണുന്നത്. ഈ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഇന്നത്തെ ഇത് മെസ്സേജ് അവസാനിപ്പിക്കാം. ഈ അനാക്യ മല്ലന്മാരെ കുറിച്ച് കാലേബ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ കാലേബിന്റെ മനസ്സിൽ അന്നേരം ചിന്തിച്ചു, അവനെ ഞാൻ കീഴടക്കിട്ടു. കാരണം അവൻ പറയുന്നു, യെസ് ഐ ക്യാൻ ഡു ദാറ്റ്. ഇവിടെ ദൈവത്തിന്റെ ശക്തി കൊണ്ട് ഇവർ തൽക്കാലത്തേക്ക് കല്ലേറ് കൊള്ളാതെ രക്ഷപ്പെട്ടെങ്കിലും പിന്നീട് നമ്മൾ കാണുന്നതെന്നറിയാമോ? കുറെ കഴിഞ്ഞിട്ട് യോശുവ യോശുവയുടെ അടുത്ത് കാലേബ് എന്നിട്ട് പറയുന്നു. ഇവിടെ തന്നെ മോശ പറയുന്നുണ്ട് 24 വാക്യത്തിൽ, എന്റെ ദാസനായ കാലേബോ അവന് വേറൊരു സ്വഭാവം ഉള്ളതുകൊണ്ടും എന്നെ പൂർണ്ണമായി അനുസരിച്ചതുകൊണ്ടും അവൻ പോയിരുന്ന ദേശത്തേക്ക് ഞാൻ അവനെ എത്തിക്കും. കർത്താവ് പറയാണ്, ബാക്കിയുള്ള എല്ലാവരും നിന്നും വ്യത്യസ്തമായിട്ട് ബിക്കോസ് ഹി ഹാഡ് അനദർ സ്പിരിറ്റ്, ഞാൻ എന്ത് ചെയ്യും? അവൻ ഒറ്റുനോക്കിയ ദേശം ഞാൻ അവന് കൊടുക്കുമെന്ന്. ഞാൻ പറഞ്ഞത് മനസ്സിലാക്കണം. കനാൻ ദേശം മൊത്തമായിട്ട് ഇവരെല്ലായിടത്തും പോയില്ല. ഇവർ പോയ സ്ഥലം അനാക്യ മല്ലന്മാരുള്ള ഹെബ്രോൻ ഇല്ലേ, അവര് പോയ സ്ഥലം ഞാൻ അവന് കൊടുക്കും. ഈ വാക്ക് മോശ പറഞ്ഞു കഴിഞ്ഞപ്പോ അന്ന് തൊട്ട് അവന്റെ മനസ്സിൽ അവൻ കുറിച്ചിട്ടു, ഐ വിൽ ഗോ ദേർ, വൺ ഡേ ഐ വിൽ കോൺകർ ദം, ഐ വിൽ ഷോ ടു ദ വേൾഡ് ദാറ്റ് ഗോഡ് ഈസ് മച്ച് മോർ സ്ട്രോങ്ങർ ദാൻ എനി ഓഫ് ദി എനിമീസ് ഇൻ ദിസ് വേൾഡ്. അന്നേ അവൻ തീരുമാനിച്ച കാര്യമാണ്. എന്നിട്ട് അത് നമ്മൾ കാണുന്ന എവിടെയെന്നറിയാമോ? യോശുവയുടെ പുസ്തകം 14 അധ്യായം. യോശുവയുടെ പുസ്തകം 14 അധ്യായത്തിൽ അതിന്റെ 16 മുതലുള്ള വാക്യങ്ങൾ മൊത്തമായിട്ട് നമുക്ക് വായിക്കാൻ നേരമില്ല. അവിടെ യോശുവയുടെ അടുത്ത് കാലേബ് എന്നിട്ട് പറയാണ്, മോശ എന്നോട് ഇങ്ങനെ പറഞ്ഞിരുന്നു, അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യുക, ആ സ്ഥലം എനിക്ക് 6 വാക്യത്തിൽ താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യഹോവ എന്നെയും നിന്നെയും കുറിച്ച് ദൈവപുരുഷനായ മോശയോട് കാദേശ് ബർന്നയിൽ വെച്ച് പറഞ്ഞ കാര്യം നീ അറിയുന്നുവല്ലോ. യഹോവയുടെ ദാസനായ മോശ കാദേശ് ബർന്നയിൽ നിന്ന് ദേശത്തെ ഒറ്റുനോക്കുവാൻ എന്നെ അയച്ചപ്പോൾ എനിക്ക് 40 വയസ്സായിരുന്നു. ഞാൻ വന്ന എന്റെ മനോബോധപ്രകാരം എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു മൈ കൺവിക്ഷൻസ് എന്നായിരിക്കും. എനിക്ക് തോന്നിയ പോലെ എന്നല്ല പറയുന്നത്, എന്റെ കൺവിക്ഷൻ. അതായത് കൺവിക്ഷൻ എപ്പോഴും തരുന്ന ആരാന്നറിയാമോ? കൺവിക്ഷൻ തരുന്നത് ഇറ്റ് ഈസ് ദ ഹോളി സ്പിരിറ്റ് അല്ലേ? അവൻ പറഞ്ഞു, എന്റെ ആത്മാവ് എന്നോട് പറഞ്ഞതനുസരിച്ച് ഞാൻ എന്ത് ചെയ്തു? എന്നിലുള്ള ദൈവാത്മാവ് പറഞ്ഞതനുസരിച്ച് ഞാൻ റിപ്പോർട്ട് കൊടുത്തു. നമുക്ക് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ദൈവാത്മാവ് എന്നോട് പറഞ്ഞ റിപ്പോർട്ടാണ് ഞാൻ കൊടുത്തത്. അതുകൊണ്ട് ആ ദേശം എനിക്ക് തരാമെന്ന് മോശ പറഞ്ഞിട്ടുണ്ട്. ആ ദേശം എനിക്ക് തരാമെന്ന് മോശ പറഞ്ഞിട്ടുണ്ട്. സോ ഐ ഡോണ്ട് കെയർ, ഞാൻ ആ സ്ഥലം നേടിയെടുക്കാനായിട്ട് പോവുകയാണ്. അതെനിക്ക് തരുമാറാകണം എന്ന് പറയുകയാണ്. 13 വാക്യത്തില് യോശുവനെ അനുഗ്രഹിച്ചു. ഹെബ്രോൻ മല യെഫുന്നയുടെ മകനായ കാലേബിന് അവകാശമായി കൊടുത്തു. അങ്ങനെ ഹെബ്രോൻ ഇന്നുവരെ കെനിസിയനായ യെഫുന്നയുടെ മകൻ കാലേബിന്റെ അവകാശമായിരിക്കുന്നു. എന്നിട്ട് താഴോട്ടൊന്നിരിക്കുന്നു, അവൻ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണമായി പറ്റി നിന്നതുകൊണ്ട് തന്നെ. ഹെബ്രോന് പണ്ട് കിര്യത്ത് അർബ എന്ന് പേരായിരുന്നു. അർബ എന്നവൻ അനാക്യരിൽ വെച്ച് അതിമഹാൻ ആയിരുന്നു. അടുത്ത വാക്ക് എന്നറിയാമോ? അങ്ങനെ യുദ്ധം തീർന്നു, ദേശത്തിന് സ്വസ്ഥത വന്നു. 45 വയസ്സുള്ളപ്പോഴാ കാലേബ് ഇത് ദേശം ഒറ്റുനോക്കാൻ പോകുന്നത്. 45 വയസ്സുള്ളപ്പോൾ 40 വർഷം അവർ മരുഭൂമിയിലായിരുന്നു. ഇപ്പൊ അവൻ പറയുന്നത് എനിക്ക് എത്ര വയസ്സുണ്ടെന്നാ? എനിക്ക് 85 വയസ്സ് പ്രായമുണ്ട്. എനിക്ക് 85 വയസ്സ് പ്രായമുണ്ട്.
ഈ 85-ാമത്തെ വയസ്സിലും ശത്രുവിനെ കീഴടക്കാനുള്ള അവന്റെ ആവേശത്തിന് യാതൊരു കുറവും വന്നിട്ടില്ല. ഈവൻ അറ്റ് ദി ഏജ് ഓഫ് 85, ഓൺലി വൺ തിങ് ഇൻ ഹിസ് മൈൻഡ്, ആ അനാക്കിനെ കണ്ടാൽ ഞാൻ ശരിയാണ്. അവന്റെ മനസ്സിലെ ചിന്ത അതാണ്. അവൻ ചെന്ന് യോശുവ പറയാണ്, നീ ചിന്തിക്കുന്നു വേണം എനിക്ക് പ്രായമായിപ്പോയി, ഇനിയിപ്പം എന്താ അനാക്യമല്ലന്മാരെ എനിക്ക് പേടിയുണ്ടെന്ന്. നോ, ഐ ആം ഗോയിങ് ടു ബീറ്റ് ദം. അവനെ ഞാൻ ശരിയാക്കണം. ഗിവ് മീ ഹെബ്രോൺ, എനിക്ക് ഹെബ്രോൺ താ. കാര്യം മോശ പറഞ്ഞിട്ടുണ്ട് ആ സ്ഥലം എനിക്ക് തരുമെന്ന്. അവന്റെ ഹൃദയത്തിൽ ദൈവത്തിന് വേണ്ടി, ഒരുപക്ഷെ ഹെബ്രോനേക്കാളും നല്ല സ്ഥലങ്ങൾ വേറെ കാണുമായിരിക്കും, അറിയത്തില്ല. പക്ഷെ പ്രയാസം കുറഞ്ഞ സ്ഥലങ്ങൾ, അവൻ പറയുന്നത് പ്രയാസം കുറഞ്ഞ സ്ഥലം എനിക്കറിയാം, എനിക്ക് ഒത്തിരി പ്രായമായി, ഞാൻ അന്നുതൊട്ടേ ഓടി അധ്വാനിച്ചതല്ലയോ ബ്രദറെ, അതുകൊണ്ട് ബ്രദർ ഒരു കാര്യം ചെയ്യും, എനിക്ക് നല്ല സഭ തരണം എന്നല്ല പറയുന്നത്. പറഞ്ഞറിയാമോ പറയുന്നത് എന്താ? എനിക്കിപ്പോൾ 85 വയസ്സുണ്ട്, പക്ഷെ ഇപ്പോഴും എന്റെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് തിളപ്പ് മാറിയിട്ടില്ല. ഐ വിൽ ബീറ്റ് മൈ എനിമി. ഹല്ലേലൂയ. ആത്മാവുള്ളവന് പ്രായമൊന്നും ഒരു വിഷയമല്ല. ആത്മാവുള്ളവന് പ്രായം വിഷയമല്ല. അവൻ ശത്രുവിനെ തോൽപ്പിക്കുവാൻ ശക്തിയുള്ളവനായിരിക്കും. നമുക്ക് നമ്മുടെ കണ്ണുകളെ പ്രിയമുള്ളവരെ, കർത്താവിനെ നമ്മൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ സേവിക്കും. പൂർണ്ണ ശക്തിയോടെ നമുക്ക് വേണ്ടി ഒന്നും റിസർവ് ചെയ്യാം. പൂർണ്ണ മനസ്സോടെ, ചിന്തകളിൽ പോലും മറ്റൊരു ഓപ്ഷൻ ഇല്ലാത്ത നിലയിൽ അവനെ സേവിക്കുന്നത് മറ്റൊന്നുമില്ല. പൂർണ്ണ ആത്മാവോടെ നമ്മളുടെ ഏറ്റവും ഒരു ശ്വാസം പോലും അവന് വേണ്ടി ആയിരിക്കുന്നില്ല. അവനെ ആരാധിച്ചില്ലെങ്കിൽ, അവനെ സേവിച്ചില്ലെങ്കിൽ, അവനെ സ്നേഹിച്ചില്ലെങ്കിൽ ശ്വാസം നിന്നു പോകുന്നതായ പൂർണ്ണ ഹൃദയത്തോടെ നമ്മുടെ എല്ലാ ഫീലിംഗ്സും നമ്മളെ ഉണർത്തുവാൻ കഴിയുന്ന ഏക വ്യക്തിത്വം യേശുവായി തീരുന്നു. ഞാൻ അവന്റെ കരങ്ങളെ കണ്ടപ്പോൾ അവനെ ചൊല്ലി എന്റെ ഉള്ളം ഉരുകിപ്പോയി എന്ന് ശുലേമി പറയുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ എത്ര പേർക്ക് അവന്റെ ആണിപ്പാടുള്ള കരങ്ങൾ കണ്ടിട്ട് ഉള്ളമുരുകുന്ന സ്റ്റേജ് ഉണ്ടായിട്ടുണ്ട്? പ്രിയമുള്ളവരെ, അവന്റെ പ്രേമം വീഞ്ഞിലും വിലയേറിയത്, ടോട്ടലി ട്രങ്കായിട്ട്. ഹല്ലേലൂയ. അവനൊഴികെ മറ്റൊന്നും രസിക്കാത്ത നിലയിൽ പൂർണ്ണമായും അവനോട് പറ്റി നിൽക്കുക. ഓ come and kiss me with a deep kiss, the kisses of your mouth. അധരങ്ങളാൽ നീ എന്നെ ചുംബിക്കണമേ എന്ന് പറയത്തക്ക രീതിയിൽ ആഴമുള്ള ആത്മബന്ധം, പ്രിയമുള്ളവരെ, ഇന്ന് നമുക്ക് യേശുവുമായിട്ടുണ്ട്. വേറൊരു ആത്മാവ്, എ ഡിഫറൻറ്റ് സ്പിരിറ്റ്. കാര്യങ്ങളെ കാണുന്നത് എല്ലാവരും കാണുന്നത് പോലെയല്ല. ഇന്ന് രാത്രിയിൽ പ്രിയമുള്ളവരെ, നമ്മൾ ഒരു ഡിഫൻസ് മെക്കാനിസം ഉണ്ടാക്കിയെടുക്കാനല്ല, പാതാളത്തിന്റെ ഗോപുരങ്ങളെ ഇടിച്ചു തകർക്കാൻ തക്കവണ്ണം കർത്താവിന്റെ ശക്തിയോടുകൂടെ പിശാചിനെ എതിർത്ത് തോൽപ്പിക്കുവാൻ തക്കവണ്ണം, പാതാളത്തെ കൊള്ളയടിക്കുവാൻ തക്കവണ്ണം കർത്താവ് നമ്മളെ ശക്തീകരിക്കും. നമ്മുടെ പ്രായം വിഷയമല്ല, നമ്മളുടെ ആരോഗ്യം വിഷയമല്ല, നമ്മളുടെ കഴിവുകൾ വിഷയമല്ല. വേറൊരു ആത്മാവുണ്ടോ എന്നതാണ് ചോദ്യം. If you got another spirit, then certainly you can beat your enemy, no doubt. ഇന്ന് രാത്രിയിൽ കർത്താവ് പറയും, കർത്താവേ, ആ ശത്രുവിനെ എനിക്ക് വിട്ടുതാ, ഞാൻ അവനെ തോൽപ്പിക്കും. കർത്താവേ, എന്റെ ശക്തിയിലല്ല, ഐ നോ ദാറ്റ് ഐ ഹാവ് എ സ്പിരിറ്റ്. കർത്താവ്, എനിക്കൊരു ആത്മാവുണ്ട്, എനിക്ക് ഒരു ദൈവത്തിന്റെ ഒരു ആത്മാവിനെ നീ എനിക്ക് തന്നിരിക്കുന്നു. ഐ എം എ പേഴ്സൺ വിത്ത് അനദർ സ്പിരിറ്റ്, സോ ഐ ക്യാൻ ബീറ്റ് മൈ എനിമി. ഐ ഗോട്ട് പവർ, ഐ ഗോട്ട് സ്ട്രെങ്ത്. ആത്മശക്തിയുള്ളവന് ശത്രുവിനെ തോൽപ്പിക്കാൻ തീർച്ചയായും. ഇന്ന് രാത്രി എത്ര പേര് പറയും, കർത്താവേ, ആ ഒരാത്മാവിനെ തരണം. കർത്താവേ, ഐ വാണ്ട് ടു സെർവ് യു വിത്ത് all my mind, all my heart, all my spirit, all my